ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സേമിയ വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് സേമിയ ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ നന്നായിട്ട് റോസ്റ്റായി വന്നു കഴിയുമ്പോൾ 3 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ സേമിയ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം, നന്നായിട്ട് കഴുകിയെടുക്കണം. ഇങ്ങനെ കഴുകിയെടുക്കുന്നത് വേറൊന്നിനല്ല, സേമിയ പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് കട്ട തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒട്ടും പുളിയില്ലാത്ത തൈരായിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം ഈ സേമിയയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിൽമയുടെ തൈരാണ് യൂസ് ചെയ്തത്. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും അജൂസ് വ്ലോഗ് എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പൊ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു കൈപ്പിടി കാഷ്നട്ട് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്നട്ട് നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം തന്നെ കിസ്മിസും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കിസ്മിസും കാഷ്നട്ടും റോസ്റ്റ് ആയതിനു ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈരിൻ്റെയും സേമിയയുടെയും മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തൈര് സാദമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ഈ ബൗള് ചെറുതായി പോയി, അതുകൊണ്ട് ഞാനിത് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മുന്തിരിയും 1/2 കപ്പ് മാതള നാരങ്ങയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ ആകുന്ന വിധം യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
മൊത്തം 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റെസിപ്പി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. തൈര് സാദമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ. നമ്മുടെ ചാനൽ കൂടുതലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ നല്ല ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ ഈ റെസിപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.